ഫൈനൽ പോരാട്ടത്തിന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ റോയലായിട്ട് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ആരായിരിക്കും? അത് പഞ്ചാബ് കിങ്സ് ആയിരിക്കും, മുംബൈ ഇന്ത്യൻസ് ആയിരിക്കും? എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് വേണ്ടിയിട്ടുള്ള കളം ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. മഴ ഒരു വില്ലൻ ആയിട്ടില്ലെങ്കിൽ ഒരു തീ പാറുന്ന പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു ടൂർണമെന്റിൽ ഉടനീളം കൺസിസ്റ്റന്റ് പ്രകടനം കാഴ്ചവെക്കുന്ന രണ്ട് ടീമുകൾ. ഒരു ടീം തുടക്കം മുതൽ പോയിന്റ് ടേബിളിന്റെ 1-ാം സ്ഥാനത്ത് എത്തിയ ഒരു ടീമാണ്. മറ്റൊരു ടീം തുടക്കത്തിൽ ഏറ്റവും താഴെ നിന്ന് 9-ാം സ്ഥാനത്ത് നിന്ന് കുതിച്ച് ബാക്ക് ടു ബാക്ക് വിജയങ്ങളോടുകൂടി ടോപ്പിലെത്തി, പ്ലേ ഓഫിലെത്തി, എലിമിനേറ്റർ മത്സരത്തിൽ വിജയിച്ച് ക്വാളിഫയർ 2-ൽ വന്നു നിൽക്കുന്ന ടീമാണ്. രണ്ടും അപകടകാരികളായിട്ടുള്ള ടീം. ഒരു ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോക്കൌട്ടുകളിൽ അവർ എത്രമാത്രം അപകടകാരികളാണെന്നും കിരീടം നേടുന്നത് അവർക്ക് എത്രമാത്രം ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണെന്നും ഓരോ ആരാധകർക്കും ഓരോ ഫാൻസിനും അറിയാവുന്നതാണ്. മുംബൈയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസൺ അവരുടെ തിരിച്ചുവരവിന്റെ സീസൺ കൂടിയാണ്. ബുംറയുടെ തിരിച്ചുവരവോടുകൂടി ബാക്ക് ടു ബാക്ക് വിജയങ്ങളോടുകൂടി പ്ലേ ഓഫ് ഉറപ്പിച്ച ടീമാണ്. ഡൽഹിക്കെതിരെ വിജയിച്ചു തുടങ്ങി, ഡൽഹിക്കെതിരെ തന്നെ വിജയിച്ച് പ്ലേ ഓഫിൽ ആ ഒരു സ്പോട്ട് ഉറപ്പിച്ച ടീമാണ്. പഞ്ചാബിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തുടരെ മത്സരങ്ങളൊന്നും അവർ പരാജയപ്പെട്ടിട്ടില്ലെങ്കിലും കഴിഞ്ഞ ക്വാളിഫയർ മത്സരത്തിൽ ബാംഗ്ലൂരിനെതിരായിട്ടുള്ള ഒരു പരാജയം വലിയൊരു പരാജയമായിരുന്നു. അതിന്റെ സങ്കടം അവരുടെ മനസ്സിലുണ്ടാവും. പക്ഷെ ആ ഒരു മത്സരം കഴിഞ്ഞ് ശ്രേയസ് അയ്യർ പറഞ്ഞുവിട്ട് യുദ്ധമൊന്നും അല്ല ഞങ്ങൾ തോറ്റുപോയിട്ടുള്ളത്, അതായത് ഇനിയും ഈ ഒരു മത്സരങ്ങളിൽ തിരിച്ചു വരാനുള്ള എല്ലാ കരുത്തോടു കൂടിയാണ് ആ ഒരു ടീം. പ്രാദേശിക താരങ്ങളുടെ, ഡൊമസ്റ്റിക് താരങ്ങളുടെ മികച്ച പ്രകടനം തന്നെയാണ് പഞ്ചാബിന് അടിത്തറയാകുന്നത്. മുംബൈയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ സൂപ്പർ സ്റ്റാർ താരങ്ങൾ ഫോമിലാണ്. ബുംറ എന്ന് പറയുന്ന വജ്രായുധം ആ ഒരു ടീമിന് എത്രമാത്രം ഉപകാരപ്രദമാണെന്ന് ഓരോ പ്രധാന മത്സരങ്ങളിലും നമ്മൾ കാണുകയാണ്. ഗുജറാത്തിനെതിരെ ആണെങ്കിൽ പോലും ക്രൂഷ്യൽ ഓവറുകളിൽ ക്രൂഷ്യൽ വിക്കറ്റ് ഉൾപ്പെടെ നേടി മത്സരത്തെ തിരികെ ടീമിന്റെ കൈകളിലേക്ക് എത്തിക്കുന്ന ബൗളിംഗ് സെൻസേഷൻ. തീ പാർന്ന പോരാട്ടമായിരിക്കും. പഞ്ചാബും മുംബൈയും ഇതുവരെ 32 മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിൽ 17 തവണ മുംബൈയും 15 തവണ പഞ്ചാബും വിജയിച്ചിട്ടുണ്ട്. സോ ഒരു വലിയ ലീഡെന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റൂല. പക്ഷേ കഴിഞ്ഞ തവണ ഈ തവണ ലീഗ് സ്റ്റേജിൽ ഒരു തവണ അവർ ഏറ്റുമുട്ടിയപ്പോൾ വളരെ ക്രൂഷ്യലായ മത്സരത്തിൽ പഞ്ചാബ് മുംബൈയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ലീഗിൽ 1-ാം സ്ഥാനക്കാരായത്. സോ ആ ഒരു ആത്മവിശ്വാസം ഉറപ്പായിട്ടും പഞ്ചാബിന്റെ കൂടെ ഉണ്ടാവും. തീ പാർന്ന പോരാട്ടത്തിൽ ഇന്ന് പഞ്ചാബ് ആദ്യ കിരീടത്തിന് വേണ്ടിയിട്ട് ഫൈനൽ സ്ലോട്ട് ഉറപ്പിക്കുമോ, അതോ മുംബൈ 6-ാം തമ്പുരാനാകാൻ 6-ാം കിരീടത്തിന് വേണ്ടിയിട്ട് ആ ഒരു ഫൈനൽ സ്ലോട്ട് ഉറപ്പിക്കുമോ? പ്രഡിക്ഷൻസ് കമന്റ് ബോക്സിൽ പറയാം.